ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഭഗവത്ഗീത ഭാഷ്യത്തിലും അതിനെ തുടർന്നുള്ള മറ്റ് പല വ്യാഖ്യാനങ്ങളിലും കർമ്മകാണ്ഡ വേദഭാഗത്തിലെ കർമ്മകാണ്ഡ വേദവിഹിതങ്ങളായ യാഗം എന്നാണ് യജ്ഞപദത്തിന് അർത്ഥം പറഞ്ഞു കാണുന്നത്. അവരതിനെ മനുസ്മൃതിയെ പ്രമാണമായി ഉദ്ധരിച്ചിട്ടുമുണ്ട്. കർമ്മകാണ്ഡത്തിലെ യാഗം ചിലപ്പോൾ സൂര്യദേവനെ പ്രസന്നനാക്കി വൃഷ്ടിക്ക് കാരണമായി ഭവിച്ചു എന്ന് വരാം. എന്നാൽ നിയമേന മേഘമുണ്ടാകുന്നത് യാഗക്രിയയിൽ നിന്നുള്ള സുകൃതത്തിന്റെ ഫലമായാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രബുദ്ധിക്ക് അത് നിരക്കുന്നതായി തോന്നുന്നില്ല. പ്രത്യേകിച്ചും കർമ്മകാണ്ഡത്തിലെ യാഗങ്ങൾ അത്യന്തം ദുർലഭങ്ങളായിരിക്കുന്ന ഇക്കാലത്ത് സൂര്യൻ, വായു, ജലം തുടങ്ങി ജഡപ്രകൃതികളുടെ സ്വഭാവ പരിണാമമാണ് മേഘവും മഴയും എന്നുള്ള ആധുനിക ശാസ്ത്ര സിദ്ധാന്തവും അതുപോലെ കർമ്മകാണ്ഡത്തിലെ യാഗവിധികളും മറ്റുമാണ് പ്രപഞ്ച പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള വേദവാദികളുടെ അന്ധമായ തീരുമാനവും ഗീതാകർത്താവിന് സമ്മതമാകുമെന്ന് തോന്നുന്നില്ല. സൂര്യനും മറ്റ് പ്രപഞ്ച ഘടകങ്ങളും ഉജ്ജ്വല ബോധത്തോടെ സ്വധർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ദേവമൂർത്തികളാണ് എന്നാണ് ഭഗവത്ഗീത അഭിപ്രായപ്പെടുന്നത്. അതുപോലെ കർമ്മകാണ്ഡത്തിലെ യാഗങ്ങൾ മാത്രമല്ല യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. സത്യബുദ്ധിയോടെ നിഷ്കാമമായി ചെയ്യുന്ന ഏതൊരു കർമ്മവും യജ്ഞമാണ്. യജ്ഞപദത്തിന് വളരെ കൃത്യമായി ഇതേ അധ്യായത്തിലെ തന്നെ 9-ാമത്തെ ശ്ലോകത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം പ്രപഞ്ച ഘടകങ്ങൾ ഒത്തൊരുമിച്ചു കൊണ്ടുള്ള സ്വധർമാനുഷ്ഠാനത്തിന്റെ ഫലമാണ് മേഘം. മേഘത്തിന് കാരണമായ യജ്ഞം എന്ന് പറയുന്നത് സൂര്യന്റെയും മറ്റും സ്വധർമാനുഷ്ഠാന രൂപമായ കർമ്മം കൊണ്ടുണ്ടാകുന്നതാണ്. ശങ്കരഭാഷ്യം ഭഗവത്ഗീതയിലും മറ്റും ഈ കർമ്മത്തിന്, അതായത് യജ്ഞത്തിന് കാരണമായ ഈ കർമ്മത്തിന് ഋത്വിക്കുകളുടെ മന്ത്രോച്ചാരണ രൂപമായ കർമ്മം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിൽ സംശയിക്കേണ്ടതായ കാര്യമില്ല. കാരണം ഈ യജ്ഞത്തിന് രൂപം കൊടുക്കുന്ന ഋത്വിക്കുകൾ എന്ന് പറയുന്നത് സൂര്യനും വായുവും മറ്റുമാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ ആ സംശയം.